ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്ക് കളർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഓറഞ്ച് കളർ പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 5 സെൻറ്റിമീറ്റർ അളവിലാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണേന്ന് വെച്ചാൽ ഇതുപോലെ ഓരോ പീസ് എടുക്കുക, എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കോണിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇതുപോലെ നമ്മൾ എടുത്തേക്കുന്ന എല്ലാ പേപ്പർ പീസും ഞാനിപ്പോൾ 12 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 12 എണ്ണം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ഇയർബഡ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നായിട്ട് ഞാനൊരു 6 എണ്ണം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 12 പീസ് ഇട്ട് നമ്മൾ നേരത്തെ ആ ഒരു പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ളത് 12 എണ്ണം ആണല്ലോ. അപ്പോൾ എത്രത്തോളം നമ്മൾ എടുത്തിട്ടുണ്ടോ അതിൻ്റെ എണ്ണം അനുസരിച്ച് ആ ഒരു ഇയർബഡ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ യെല്ലോ കളറിലെ അക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇയർബഡ്സിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ആ ഒരു കോൺ ഷേപ്പിൽ പേപ്പർ വെച്ച് ചെയ്തെടുത്തിട്ടില്ലേ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇയർബഡ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ആ 12 എണ്ണത്തിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ അതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ നിന്നായിട്ട് ഞാൻ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് 4 സെൻറ്റിമീറ്ററിലും അടുത്തത് 3 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് എടുത്തേക്കണേ. പിന്നെ അളവൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതൊന്ന് മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ് ചെയ്യണത്. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ആ ചെറിയ പെറ്റൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ വലിയ പെറ്റലിനുള്ളിലായിട്ട് ഇതുപോലെ ചെറിയ പെറ്റലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു കളർ പേപ്പർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് എടുത്തേക്കണേ. എന്നിട്ട് അതിൽ നിന്നായിട്ട് നമ്മളൊരു കുട്ടി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 21 സെൻറ്റിമീറ്റർ ലെങ്ത്തിനും പിന്നെ 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുമാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ വെച്ചാണല്ലോ പെറ്റൽസ് ചെയ്തേക്കണേ. അതുകൊണ്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം, അതായിട്ട് മാച്ച് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഇനി അതൊന്ന് മടക്കിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിലായിട്ട് നമ്മൾ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി അത് പതുക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള പെറ്റൽസിൻ്റെ ഇടയിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസിനായിട്ട് ഇതുപോലെ നമ്മളൊരു സെമി സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുമേലായിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി ആ പെയിൻ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അത് ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം കോൺ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടില്ലേ, അതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കതിന് ചുറ്റായിട്ട് ഓരോ പീസ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ആകെ നമ്മൾ 12 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ 7 എണ്ണം ഇതുപോലെ ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ 5 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് പേപ്പർ ട്യൂബ്സാണ് ചെയ്യണത്. അപ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും, നമ്മളൊരു ഇറുക്കിലെയോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ 5 പേപ്പർ ട്യൂബ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പേപ്പർ ട്യൂബിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കുറച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ 2 അറ്റത്തുള്ളതുണ്ടല്ലോ, അതിൻ്റെ ലെങ്ത്ത് കുറച്ചധികം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ അതിനേലും കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലായിട്ട് എടുക്കുക. പിന്നെ സെൻറ്ററിലുള്ളത് ഏറ്റവും ലെങ്ത്ത് കൂടിയ രീതിയിൽ എടുക്കുക കേട്ടോ. ഇനി നമ്മുടെ കോൺ ഷേപ്പിലുള്ള പേപ്പർ ഒരു 5 എണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു പേപ്പർ ട്യൂബിൻ്റെ അടിയിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളൊരു കുഞ്ഞൻ വാൾ ഡെക്കറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.